സാനു മാഷിൻ്റെ പിറന്നാൾ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ സന്ധ്യയിൽ ആചരിക്കുമ്പോൾ അദ്ദേഹവുമായി അടുപ്പമുള്ളവരെല്ലാം ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ ഇങ്ങോട്ടെത്തുന്നുണ്ട്. അതിൽ പ്രമുഖരും സാധാരണക്കാരും പെടുന്നു. മലയാള നിരൂപണ ലോകത്തെ സ്നേഹഭാജനം വിട പറഞ്ഞെന്ന് വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവർക്ക് ഇപ്പോഴും കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കാൻ സന്ധ്യയിലേക്ക് ആദ്യമെത്തിയത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ്. മാഷ് കൊളുത്തിയ പ്രകാശം പിന്തുടരുന്നവരാണ് മക്കൾ. അച്ഛൻ പോയിട്ട് 3 മാസം ആയിട്ടില്ല. പക്ഷെ ഓരോ ദിവസവും രാത്രി കിടക്കുന്നതും രാവിലെ ഉണർന്നെണീക്കുന്നതും അച്ഛൻ്റെ അമ്മയുടെയും സ്മരണ അവിടെ തന്നെയാണ്. ഞങ്ങളിൽ തീർച്ചയായിട്ടും ഇവിടെ എല്ലായിടത്തും ഈ വീട്ടിൽ അച്ഛൻ്റെ സാന്നിധ്യമുണ്ട്. ആ ഒരു സാന്നിധ്യം ആണ് ഞങ്ങളുടെ ശക്തി. ഒരു ജന്മം അല്ലെങ്കിൽ പല ജന്മങ്ങളിലും മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം അച്ഛൻ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ കാലവും അച്ഛൻ്റെ നല്ല ഓർമ്മകളുമായി ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. മലയാളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലെ ഏറ്റവും ആദരണീയനായ വ്യക്തിയുടെ ഓർമ്മകൾക്ക് പോലും സൗരഭ്യമുണ്ട്. ഈ കുടുംബാംഗങ്ങൾക്ക് നഷ്ടമായതുപോലെ തന്നെ ചാവറയ്ക്കും വലിയ നഷ്ടമാണ്. കാരണം ചാവറ തുടങ്ങുന്ന തൊട്ട് ഈ 55 വർഷവും ചാവറൊപ്പം ഉണ്ടായിരുന്നത്. കൂടെ പറപ്പ് വിട്ടു എന്നൊരു വലിയൊരു സിറ്റുവേഷനാണ്. ഞാനൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം മാഷ് നമുക്ക് ബലമായിരുന്നു. സാനു മാഷ് ഞങ്ങളുടെ മാഷ് മാത്രമല്ല, ഞങ്ങളുടെ ഒരു വഴികാട്ടി കൂടിയാണ്. ഞങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികളെയൊക്കെ കൈപിടിച്ച് നടത്തിയ, ഞങ്ങളുടെ ജീവിതത്തിന് നേർവഴി കാണിച്ചു തന്ന ഗുരുദേവൻ്റെ സ്ഥാനത്തുള്ള ഒരാളാണ് സാനു മാഷ്. ഇത്രമാത്രം വീക്ഷണാശക്തിയോടുകൂടി കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല. മാഷില്ലെങ്കിലും നിശബ്ദമായ ആ സൗമ്യ സാന്നിധ്യം അനുഭവിക്കാൻ പ്രിയപ്പെട്ടവർ ഇപ്പോഴും സന്ധ്യയിലേക്ക് എത്തുന്നു. എത്രയോ കാലത്തെ ആഴമുള്ള ഹൃദയബന്ധത്തിൻ്റെ ഓർമ്മകളാണ് മാഷ് പ്രിയപ്പെട്ടവർക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ആ വൈയക്തികാനുഭവങ്ങൾ എനിക്കുമേറെ അമൂല്യമാണ്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് മുടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.